ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളുടെ ഉമ്മയുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വയനാട്ടിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ കയറിയപ്പോൾ എല്ലാവരും ഒന്ന് ഓണായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇതേ വിശപ്പൊക്കെ തുടങ്ങി. ഞങ്ങൾ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. പിന്നെ വേറൊരു സ്പെഷ്യലും കൂടിയുണ്ട്. എന്താണെന്നറിയുക, ഇത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഉമ്മമാനായിട്ട് അങ്ങനെ എവിടെയും ദൂരെ ട്രാവലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഉമ്മമാർക്ക് വണ്ടിയിൽ കയറിയാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സക്സസ് ആക്കി, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും വണ്ടി കയറിയപ്പോഴാട്ടോ എല്ലാവരും ഓണായിട്ടുണ്ടായിരുന്നത്. പിള്ളേരൊക്കെ ഉറക്കമൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസും പാട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മർക്കസ് നോളജ് സിറ്റിയിൽ കയറണമെന്ന് ഉമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതേ അവിടെയൊക്കെ കയറി എല്ലായിടത്തും നടന്ന് കണ്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് സിപ്പ് ലൈനിൽ കയറണമെന്ന് പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കയറി നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. സാധാരണ ഞാനായിരുന്നു എല്ലാത്തിലും വലിഞ്ഞ് കയറാറ്. ഇപ്രാവശ്യം ഇവരെല്ലാവരും കൂടിയിട്ട് കയറി. പിന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളിനി റിസോർട്ട് ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 2 മണിക്കായിരുന്നു കേട്ടോ ചെക്കിങ് ടൈം വന്നിട്ട്. നമ്മളങ്ങനെ ദേ ഇവിടെ എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് എല്ലാവരും ഫുൾ ഓണാവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും. അപ്പം റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതാട്ടോ ഒരു റൂം വന്നിട്ട് നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഫുൾ ചുറ്റി കാണിലും നമ്മൾ പൂളിൽ ഇറങ്ങിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.